അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മൾ പലരും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളിൽ നിന്നെല്ലാം നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ആ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിത്തരുന്ന ഒരു മഹത്തായ ഒരു അമലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കടം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വിഷയമാണ്. അല്ലാഹു അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് ഉറക്കം വരെ നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥ അല്ലാഹു അത്തരം സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാം അല്ലാഹു രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കടം അത്രയേറെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. നമുക്കറിയാം, കടമുള്ള ഒരാൾ മരണപ്പെട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തിന്റെ മേൽ മയ്യത്ത് നമസ്കാരം വരെ നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ നമ്മൾ കടമുള്ളവർ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഈ രണ്ട് വാക്ക് പറഞ്ഞാൽ നിങ്ങൾ എത്ര കോടി കടമുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിട്ടുതരുന്നതാണ്. അപ്പോൾ മഹത്തായ ഈ ദിക്ർ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യും. പടച്ചവനെ കടങ്ങളൊക്കെ വിട്ടുതരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ദിക്ർ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെയാണ് ബർക്കത്ത് നഷ്ടപ്പെടുത്തി കളയുന്നത്, അല്ലേ? ജീവിതത്തിൽ നമുക്ക് ബർക്കത്തില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ തന്നെയാണ് ജീവിതത്തിലെ ബർക്കത്തിനെ എടുത്തു കളയുന്നത്. ബർക്കത്ത് എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും സമ്പത്തിൽ മാത്രമേ ബർക്കത്തിനെ ചിന്തിക്കുകയുള്ളൂ ചിലർ. എന്നാൽ അങ്ങനെയല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമ്പത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് നൽകപ്പെടേണ്ടതുണ്ട്. എല്ലാ വിഷയങ്ങളിലും അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകണം. നമ്മുടെ ശരീരങ്ങളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, എല്ലാത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് ബർക്കത്ത് ചോദിക്കുക. പടച്ചവനെ, എന്റെ ശരീരങ്ങളിലും എന്റെ കുടുംബത്തിലും എന്റെ സ്വത്തിലും എന്റെ മക്കളിലും എല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എന്റെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മൾ എപ്പോഴും അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ബർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാറുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. അത് അത്യാവശ്യമായ കാര്യമാണ്. ബർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു ബർക്കത്തിനെ അല്ലാഹു എടുത്തു കളഞ്ഞാൽ, നമ്മൾ ആരോഗ്യത്തിൽ അല്ലാഹു ബർക്കത്ത് എടുത്തു കളഞ്ഞാൽ, എപ്പോഴും രോഗങ്ങളുമായി ചികിത്സിച്ച് പണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ മാത്രമാണ് അല്ലാഹു അതിൽ നിന്ന് നമുക്ക് കാക്കുമാറാകട്ടെ. പണം മാത്രമല്ല, നമുക്ക് സമാധാനം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഒരു ആവേശം ഉന്മേഷം ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോ ശരീരത്തിലുള്ള ആരോഗ്യത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ ബർക്കത്ത് നൽകിയില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അല്ലാഹുവോട് ബർക്കത്തിനെ ചോദിക്കണം. അല്ലാഹുവിനോട് എപ്പോഴും നമ്മൾ ബർക്കത്തിനെ ചോദിച്ചു വാങ്ങണം. ഉദാഹരണത്തിന്, നമ്മൾ സുബഹിയുടെ ഖുനൂത്തിൽ, സുബഹി നമസ്കരിക്കുമ്പോൾ സുബഹിയുടെ ഖുനൂത്തിൽ നമ്മൾ പറയാറുണ്ട് മുഅ്മിനീങ്ങളെ, ബാരിക് ലനാ ഫീമാ അഅതൈത്. അത് സുബഹിയുടെ ഖുനൂത്തിൽ നമ്മൾ എന്ത് പറയാറുണ്ട്? അല്ലാഹുവോട് ബർക്കത്ത് ചോദിക്കാറുണ്ട്. ബാരിക് ലനാ ഫീമാ അഅതൈത്, അല്ലാഹുവേ നീ തന്നതിൽ മുഴുവനും ബർക്കത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ ബർക്കത്തിനായിട്ടുള്ള ഒരു പ്രധാന ദുആയാണ് നമ്മൾ സുബഹിക്ക് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമ്മൾ സുബഹി നഷ്ടപ്പെടുത്താതെ, സുബഹി നമസ്കരിച്ച് ഈ ദുആ നഷ്ടപ്പെടുത്തി കളയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അപ്പൊ നമ്മൾ സുബഹി നഷ്ടപ്പെടുത്തില്ല, ആ ബർക്കത്ത് നമ്മളിൽ നിന്ന് പോകുകയാണ്. മനസ്സിലാക്കണം, സുബഹിക്ക് നമ്മൾ പ്രധാനമായി ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, ഖുനൂത്തിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പടച്ചവനെ, ഈ പ്രപഞ്ചത്തിൽ നീ എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ സുബഹി നമസ്കാരം നിർബന്ധമായി നമ്മൾ നമസ്കരിക്കേണ്ടിയുള്ള ഒരു നമസ്കാരമാണ്. അതുപോലെ പുരുഷന്മാര് ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കണം. അതുപോലെ സ്ത്രീകളൊന്നും ഈ നമസ്കാരം ഒഴിവാക്കരുത്. അല്ലാഹുവിനോട് എല്ലാ വിഷയത്തിലും നമ്മൾ ബർക്കത്തിനെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു ദിവസത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുന്നത് സുബഹിക്ക് ശേഷം ഉറങ്ങിയാലാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുബഹിക്ക് ശേഷം നിങ്ങൾ കിടന്നുറങ്ങിയാൽ, സുബഹിക്ക് ശേഷം നിങ്ങൾ ഉറങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി ഉറങ്ങിയാൽ അന്നത്തെ ബർക്കത്ത് അല്ലാഹു നിങ്ങളിൽ നിന്ന് എടുത്തു കളയുന്നതാണ്. അന്നത്തെ ബർക്കത്ത് നഷ്ടപ്പെടാൻ ഒരു കാരണമാണ്. പടച്ചവനെ, സുബഹിക്ക് ശേഷം ഉറങ്ങുന്നതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്.
മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് സുബഹിക്ക് ശേഷം നിങ്ങൾ ഒരിക്കലും ഉറങ്ങരുത്. സൂര്യൻ ഉദിക്കുന്നത് വരെ ഒരു കാരണവശാലും നിങ്ങൾ ഉറങ്ങരുത്. അന്നത്തെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയാൻ ഒരു കാരണമാണ്. ഇനി ഭക്ഷണത്തിലെ ബർക്കത്ത്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി കഴിക്കുന്നതാണ് ബർക്കത്ത് ഉണ്ടാകുക. ഇനി നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലാതെ കഴിച്ചാൽ അത് ഭക്ഷണത്തിലെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളഞ്ഞിരിക്കാം. സുബ്ഹാനല്ലാഹ്. ഓ ബിസ്മി കൊണ്ട് തുടങ്ങണം, അതിലാണ് ബർക്കത്ത്. ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എന്ത് കാര്യം നമ്മൾ തുടങ്ങിയാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങണം. അത് ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ ഒരു കാരണമാണ്. അത് തുടങ്ങാതെ ചെയ്താൽ നമ്മുടെ സമ്പത്തിനെ അത് ബാധിക്കുന്നതാണ്. നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ കുടുംബബന്ധം നമ്മൾ ചേർക്കുക. പരസ്പരം കുടുംബബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ. അതാരും മറന്നു പോകരുത്. ഹദീസുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇന്ന് പലരും തമ്മിൽ ശത്രുതയും വിദ്വേഷമാണ്. എല്ലാവരും അതെല്ലാം മാറ്റിവെച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഈ ദുൽഹിജ്ജ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും പരസ്പരം സ്നേഹമുള്ളവരും കുടുംബബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നവരായി മാറുക. അതുപോലെ എല്ലാ വിഷയങ്ങളും നമ്മുടെ ബർക്കത്തിനെ അല്ലാഹുവിനോട് തേടുക. ഇനി വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ, നമ്മുടെ ഭവനത്തിലൊക്കെ ബർക്കത്തിനെ അല്ലാഹുവിനോട് നമ്മൾ തേടുക. വീട്ടിൽ ബർക്കത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു, അതിൽ കുറച്ച് പേരക്കുഞ്ഞുങ്ങളും അതുപോലെ മക്കളും സമ്പത്തുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിൽ താമസമായപ്പോൾ ആ വീട്ടിൽ വെച്ച് ഓരോരുത്തരായി മരിക്കാനും സമ്പത്ത് നഷ്ടപ്പെടാനും തുടങ്ങിയെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ഭവനം വിറ്റിട്ട് മറ്റൊരു ഭവനം എടുക്കാനായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഭവനങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, അത് ഒരുപക്ഷേ ബർക്കത്തുകൾ നഷ്ടപ്പെടാൻ ഒരു കാരണമാകാം. അതുകൊണ്ട് നമ്മൾ ആ ഭവനത്തിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് സലാത്തുകൾ ചൊല്ലണം. ഒരു ഭവനം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ ബർക്കത്ത് നൽകപ്പെടുന്നതാണ്. അപ്പോഴാണ് മുഅ്മിനീങ്ങളെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴും റസൂലുള്ളാഹിന്റെ മേൽ സലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ആ ഭവനത്തെ അല്ലാഹു കാക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാതെ എപ്പോഴും സിനിമയും സീരിയലും ജനങ്ങളെ പ്രദൂഷണം, ഇതൊക്കെ ഒരു ഭവനത്തിന് യോജിച്ചതല്ല. ഒരു ഭവനമാകുമ്പോൾ ദിക്റുകളും സലാത്തുകളും അദ്കാറുകളും അതുപോലെ അല്ലാഹുവിനെയും റസൂലിനെയും കുറിച്ചുള്ള അറിവുകളും അങ്ങനെ ദീനീപരമായ കാര്യങ്ങളുമായി നമ്മുടെ ഭവനങ്ങളിൽ പോകുമ്പോൾ അല്ലാഹു അതിൽ ബർക്കത്ത് നൽകപ്പെടുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ എല്ലാ വിഷയത്തിലും ബർക്കത്ത് ചോദിക്കണം. അതുപോലെ തന്നെ സമ്പത്തിൽ വർധനവുണ്ടായാൽ ബർക്കത്തുണ്ടാവുക. എത്ര പൈസ കിട്ടിയാലും തികയാത്തൊരവസ്ഥ. അപ്പോൾ നമുക്ക് എന്തിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ സമ്പത്തിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എന്താണ്? ബർക്കത്തിന്റെ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുക, അല്ലെ? സുബഹിക്ക് ശേഷം ഉറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ഭവനങ്ങളിൽ പരിശുദ്ധ ഖുർആനും ദിക്റുകളും സലാത്തുകളും ചൊല്ലുക. പിശാചിനെ ആട്ടി ഓടിക്കുന്ന ആയത്തുകളൊക്കെ നമ്മൾ ഓതുക. അതുപോലെ തന്നെ സുബഹിക്ക് ശേഷം കിടന്നുറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ബിസ്മി കൊണ്ട് നമ്മൾ എല്ലാ വിഷയങ്ങളും തുടങ്ങുക. ഞാനിത് പറഞ്ഞത് ഇതെല്ലാം ബർക്കത്തിന്റെ വഴികളാണ്. അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, എന്ത് നമ്മൾ ചെയ്താലും ഒന്നുകൂടി തുടങ്ങാൻ ശ്രമിക്കാം. ഒരു യാത്ര പോയാലും എന്ത് നമ്മൾ തുടങ്ങിയാലും ഒന്നുകൂടി തുടങ്ങാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ആ കാര്യങ്ങൾ അല്ലാഹു ബർക്കത്ത് നൽകുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ബർക്കത്തിന്റെ വഴികളുണ്ട് മുഅ്മിനീങ്ങൾ. അതെല്ലാം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നാഥനായ റബ്ബ് നമുക്ക് അതിനെ തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, നിങ്ങൾക്ക് എത്ര കടമുണ്ടെങ്കിലും അത് പെട്ടെന്ന് വീട്ടി കിട്ടുവാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സൂറത്തുണ്ട്. പണത്തിന്റെ കാര്യത്തിൽ നാം വിഷമിക്കുമ്പോൾ, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിഅ നിങ്ങൾ പതിവാക്കുക. ഇൻഷാ അല്ലാഹ്
നിങ്ങൾ അങ്ങനെ ഓതുകയാണെങ്കിൽ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരികയില്ല, പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇൻഷാ അല്ലാഹ് വരികയില്ല. ഇത് ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സൂറത്തുൽ വാഖിഅ ഓതാതെ നമ്മൾ ആരും പോകരുത്. എല്ലാവരും സൂറത്തുൽ വാഖിഅ നമ്മൾ ഓതിയിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഗ്‌രിബിന് ശേഷം നിങ്ങൾ ഓതി നോക്ക്. അല്ലാഹു സാമ്പത്തികമായ ഉയർച്ച നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ സമ്പത്ത് നമുക്ക് കുതിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുക. ഒരിക്കൽ ഹബീബായ നബിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അടുക്കൽ ഒരാൾ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, ഞാൻ കടത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, വല്ലതും പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ദിക്ർ ഞാൻ പറഞ്ഞു തരുകയാണ്. അപ്പോൾ എല്ലാ മുഅ്മിനീങ്ങളും ഈ ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ സഹാബിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അത്ര മഹത്വമുള്ള ദിക്റാണ് മുഅ്മിനീങ്ങളെ. നിങ്ങൾ എല്ലാവരും ഇത് കാണാതെ പഠിച്ച് ഇത് നിങ്ങൾ ചൊല്ലുക. അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. കടമുള്ളവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ദിക്ർ ചൊല്ലണം. ഈ ദിക്ർ ഞാനൊന്ന് പറഞ്ഞു തരാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ ഈ ദിക്ർ എങ്ങനെ ചൊല്ലേണ്ടതുള്ളത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. സുബഹി നമസ്കരിച്ചതിന് ശേഷം 100 തവണ വെച്ച് നിങ്ങൾ പതിവാക്കിയാൽ പണം എവിടെ വെക്കണം എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്, നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ചേരുന്നതാണ്. കാരണം ഉത്തരവിധങ്ങൾ ഈ ദിക്ർ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്ത ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഹബീബായ നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്കിപ്പോൾ സമ്പത്ത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്, അത് എവിടെ വെക്കണമെന്ന് പോലും എനിക്കറിയില്ല നബിയേ. അങ്ങ് പറഞ്ഞു തന്നതുപോലെ ആ ദിക്ർ ചൊല്ലിയപ്പോൾ, ചൊല്ലാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുമില്ല യാ റസൂലല്ലാഹ്. സമ്പത്ത് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ 100 പ്രാവശ്യം വെച്ച് നിങ്ങൾ പതിവാക്കിയാൽ അല്ലാഹു അവന്റെ സമ്പത്തിൽ വർദ്ധനവ് നൽകുന്നതാണ്. അവന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹു ഔദാര്യമായ ഒരു സമ്പത്ത് നൽകുന്നതാണ്. എത്ര കടമുണ്ടെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് വീട്ടി തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ ദിക്ർ നിങ്ങൾ ഒരു 100 പ്രാവശ്യം ചൊല്ലുക. അല്ലാഹു ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. എപ്പോഴാണ് ഈ മഹത്വമേറിയ ദിക്ർ? സുബഹി നമസ്കരിച്ചതിന് ശേഷം ഒരു 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം മുഅ്മിനീങ്ങളെ. അല്ലാഹു ഖൈറുകൾ നൽകുന്നതാണ്. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും രോഗികളാണ് റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പലരും കടം കൊണ്ട് വരയുന്നവരാണ്, ഞങ്ങളെ കടക്കാരായി നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, എത്രയോ മക്കൾ, എത്രയോ ചെറുപ്പക്കാർ അല്ലാഹു വിവാഹ പ്രായത്തിൽ നിൽക്കുന്നു അല്ലാഹ്. അവരിലേക്കെല്ലാം സാലിഹീങ്ങളായ നീ എത്തിക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർ ഞങ്ങളോട് പടച്ചവനെ അല്ലാഹു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളും ആലിമീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ, ആകാശത്ത് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ തൊഴിലിലുമെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് കച്ചവടക്കാരുണ്ട് റബ്ബേ, അവർ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അസൂയയിൽ നിന്നും മരണക്കാരുടെ മരണത്തിൽ നിന്നും കൊടുത്തങ്ങളിൽ നിന്നും
ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നെല്ലാം റബ്ബേ, ഞങ്ങളെ കള്ളന്മാരുടെ ശത്രുക്കളിൽ നിന്നും അക്രമികളുടെ അക്രമത്തിൽ നിന്നെല്ലാം നിങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലവിധ സഹായങ്ങൾ നൽകിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരെല്ലാം നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മജ്‌ലിസിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.